എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് ടെയിൽ ഹെയർ ബോയ് ആണ്. നമ്മൾ സാറ്റിൻ റിബൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡബിൾ സൈഡ് സാറ്റിൻ റിബൺ വെച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് വീതിയിലുള്ള ഡബിൾ സൈഡ്. ഇപ്പം നമുക്ക് സിംഗിൾ സൈഡ് എടുക്കാം. ഞാനിത് ഡബിൾ സൈഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ ആവശ്യത്തിന് കണ്ടില്ലേ, നമ്മുടെ ഒരു 4 ഫിംഗർ വീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളൊരു 4 ഫിംഗർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മുടെ എടുക്കുമ്പോൾ ഒരു ഫോൾഡിങ്. ഇത് കുറച്ച് തിക്നെസ് ഉള്ള ഒരു സാറ്റിൻ റിബണാണ്. ഇത് ഡബിൾ സൈഡ് ആകുമ്പോൾ കുറച്ച് നല്ല ഗ്ലേസിങ് ഉണ്ടാവും. മറ്റതിനെക്കാളിലും കുറച്ച് തിക്നെസ്സും കുറച്ചുകൂടെ ഗ്ലേസിങ്ങും ഉള്ളതാണ് ഈ ഡബിൾ സൈഡ് സാറ്റിൻ റിബൺ. നമ്മൾ വാങ്ങിക്കുന്ന ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇത് 1 ഇഞ്ചാണ്. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി സൈഡ് ഉരുക്കിയെടുക്കണം. എപ്പോഴും സാറ്റിൻ റിബൺ, പ്രത്യേകിച്ച് നമ്മൾ സാറ്റിൻ റിബൺ എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉരുക്കിയെടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് ഇളകി ഇങ്ങ് വരും. ആ നൂല് ത്രെഡ് ഇങ്ങനെ ഇളകി വരും. ഇനി ഇതൊന്ന് നമ്മൾ സാധാ ബോ ചെയ്യും പോലെ ഒന്നെന്ത് ചെയ്യുക, കോർത്ത് ചെയ്യുക. നമുക്ക് നമ്മുടെ ഹാൻഡ് കൊണ്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം റിബൺ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് കോർക്കുമ്പോൾ ഡബിൾ സൈഡ് സാറ്റിൻ റിബൺ ആണെങ്കിൽ അറിയാമല്ലോ നിങ്ങൾക്ക്, കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് അത് കോർത്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കോർത്ത് ചെയ്യുക. ഇനി അതിനെ സെൻറ്റർ ഒന്ന് ടൈ ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മൾ സാധാ ചെയ്യും പോലെ ഒരു ഹെയർ ബോ. ഇത് പിന്നെ മറ്റുള്ള റിബൺ നമ്മൾ വലിക്കുമ്പോൾ ഫോൾഡായി വരുന്നത് പോലെ ഇത് പെട്ടെന്ന് വരത്തില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ നല്ല ഒന്ന് വിടർത്തിയൊക്കെ കൊടുക്കുമ്പോഴേ അത് ഓക്കെ ആയിട്ട് വരുള്ളൂ. കണ്ടോ, ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ആ ഒരു സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് ആക്കി എടുത്താലേ ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. പക്ഷെ കാണാൻ ഏറ്റവും ഭംഗിയും ഒരു അട്രാക്ഷനും ഇതിന് കൂടുതലാണ്. ഇത് സാധാ ഒരു ലേസാണ്. ആ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ നമ്മുടെ ഈ ഡബിൾ സൈഡ് സാറ്റിൻ റിബൺ കൂടെ കവർ ചെയ്തിട്ടാണ് അടുത്ത തൊട്ട് മേളിലെത്തത്. ഞാൻ ബാക്കിലത് 3 ലെയർ എടുത്തു. ഇവിടെ 2 ലെയറാണ് എടുക്കുന്നത്. കണ്ടോ, സെയിം ഇതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടെ തിക്നെസ് ലെങ്ത് കുറച്ചെടുക്കുക. കാരണം ഞാനിത് ഇങ്ങനെ കാണിക്കാൻ ലെങ്ത് പറയാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ 4 ഫിംഗർ ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അത് നിങ്ങൾക്ക് വലിപ്പം കൂടണമെങ്കിൽ അത് വലിപ്പം കൂട്ടിയെടുക്കാം, വലിപ്പം കുറയ്ക്കണമെങ്കിൽ കുറച്ചെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മടക്കിയൊക്കെ അത് കറക്റ്റ് സ്ഥാനത്തൊക്കെ പിടിക്കുന്നിടത്ത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. എന്നും പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് വിട്ടുപോകുക അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഡബിൾ സൈഡ് ആകുമ്പോൾ അതായത് 2 ഇത് കൊടുത്തിരിക്കുക, ലേസും റിബണും ആയതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ബുദ്ധിമുട്ട് അത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് തിക്നെസ് കൂടുതലുണ്ട്, അതാ. ഇനി എന്ത് ചെയ്യുക, അത് നന്നായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് അത് എപ്പോൾ ഉരുക്കിയെടുക്കണം. ഞാൻ ഉരുക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോൾ നമ്മൾ കട്ട് ചെയ്താൽ അത് ഉരുക്കിയെടുക്കുക. ഇനി ഇതും ഒരു ബോയ് ആയിട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഹെയർ ബോ ചെയ്യുക. ഹെയർ ബോ ചെയ്തിട്ട് അതിന് എന്താ പറയുക, ലോങ് ആയിട്ടുള്ള ലെങ്തിൽ ടെയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുക, അത് ഡെക്കറേറ്റ് ചെയ്യും. ഇത്രയും ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവർക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു വിടർന്ന് നിൽക്കുന്ന ആ രീതിയിലാക്കി വേണം ചെയ്തെടുക്കാൻ. ആ വിടർന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി. അതിൻ്റെ ചിലപ്പോൾ എപ്പോഴും അങ്ങനെ നിൽക്കില്ല. നമ്മളത് ചെയ്ത ശേഷം നല്ല വിടർത്തി നമ്മൾ എടുത്താൽ മതി. അതിനുശേഷം ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുറകിൽ അത് എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും ഓരോ ലീഫിൻ്റെയും സൈഡില്ലേ ഇതുപോലെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഇത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3ഉം കണക്ട് ചെയ്ത് നല്ല എന്താ പറയുക, ബട്ടർഫ്ലൈ ആയിട്ട് 2 ഇങ്ങനെ അതിൻ്റെ വിങ്സ് പോലെ നിൽക്കും കറക്റ്റായിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാത്തിലും കൊടുക്കണമെന്നില്ല, കാരണം നമ്മൾ തുണിയും സാധാരണ ഫാബ്രിക്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ റിബൺ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി അടുത്ത് പരസ്പരം 2 നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നു. എനിക്കിതിൽ അങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, കാരണം അത്ര ഒരു ഭംഗിയില്ലാത്ത രീതിയിലല്ല നിൽക്കുന്നത്, അതുകൊണ്ടാണ്. കണ്ടോ, ഗ്ലൂ കൊടുത്തിനി പരസ്പരം അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് സെൻറ്റർ കവർ ചെയ്തെടുക്കുക. അത്രയാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. ഇത് പല കളറിലും നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഈ റിബൺ വെച്ച് തന്നെ വേണമെന്ന് നിങ്ങൾ ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സാധാ റിബൺ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് സെൻറ്റർ ഒന്ന് കവർ ചെയ്യണം. ഒരു ചെറിയൊരു പീസ് ഞാനെടുത്ത ആ സാറ്റിൻ റിബൺ തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുക്കുന്നു, അതിനെ ഫോൾഡ് ചെയ്യുന്നു, അതിനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അതിനൊന്ന് കവർ ചെയ്തെടുക്കുന്നു. അതിന് ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് ഉരുക്കിയെടുക്കുമ്പോൾ അത് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. കണ്ടോ, അതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കണക്ട് ചെയ്തെടുക്കുക.
ഞാൻ സാറ്റിൻ റിബൺ നമ്മുടെ സാറ്റിൻ റിബൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മളൊന്ന് ഉരുക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിരുന്നോളും. കാരണം അത് ഇളകിയൊന്നും വരത്തില്ല. കാരണം അത് പെട്ടെന്ന് ഉരുക്കി ചേർന്നോളൂ അവിടെ. കണ്ടല്ലോ. ഇനി അടുത്ത് ഞാൻ അതിൻ്റെ ടെയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ മൂന്നെണ്ണമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 2 ടെയിൽ സാധാ സാറ്റിനിലും അടുത്ത ടെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് അങ്ങനെ 3എണ്ണമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 3ഉം ഒരേ ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഒന്നിൽ ഞാൻ നമ്മളെ ലേസ് കൊടുക്കുന്നതിൻ്റെ അടിഭാഗത്ത് നമ്മൾ സാറ്റിൻ റിബണും കൂടെ ചേർത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലെങ്തൊക്കെ കറക്റ്റ് നമ്മളുടെ ആ ഒരു മെഷർമെൻറ്റൊക്കെ എല്ലാം ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവയെല്ലാം പരസ്പരം അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെയർ ബോയിൽ അറ്റാച്ച് ചെയ്യുന്നു. ഇനി ഇത് രണ്ടും കൂടെ കണ്ടോ, നമ്മുടെ ലേസും നമ്മുടെ റിബണും കൂടെ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് കഴിഞ്ഞു. പിന്നെ അത് ഇളകിയൊന്നും വരത്തില്ല. കണ്ടോ, അതൊന്നൊന്ന് നമ്മളൊന്ന് ചരിച്ച് ഒരു സ്ലാൻഡിങ് ഇതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുക്കുക. അടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നതും അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉരുക്കണം. കുറച്ച് സമയം എടുക്കും, ഒരു 10 മിനിറ്റൊക്കെ എടുക്കും ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത്രയും സ്റ്റെപ്പില്ലേ, ഓരോന്ന് ചെയ്ത് അതിൻ്റെയാണ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടില്ല, പാടായിട്ടോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അടുത്ത പീസും കൂടെ അറ്റാച്ച് ചെയ്ത് സൈഡ് കട്ട് ചെയ്ത് കണ്ടല്ലോ. ഇനി ഇത് പരസ്പരം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. കണ്ടല്ലോ. ഇനി ഇത് പുറകിലേക്ക് നമ്മുടെ റിബൻ്റെ പുറകിലേക്ക് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്കത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. കാരണം ഇത് നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്യുന്നതൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, അതൊന്നും കുഴപ്പമില്ല. മറന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് എളുപ്പത്തിൽ ചെയ്യേണ്ട ഫിനിഷിംഗ് ആയിട്ടുള്ള ചെയ്യുന്നത് ആദ്യം പുറകിൽ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്യുക. ഫെൽറ്റ് ഷീറ്റ് പുറകിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷായിരുന്നു, നല്ല നീറ്റായിട്ടിരിക്കും. ഇനി നമ്മൾ ഒരു ഫിംഗർ നമ്മൾ ആ റിബണിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ല റിബണോട് കൂടെ അറ്റാച്ച് ഇരിക്കും. അങ്ങനെ അറ്റാച്ച് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ അത് ഇളകിയൊന്നും പോകത്തില്ല. കണ്ടല്ലോ. ഇനി ഇതിലേക്ക് 2 സൈഡിൽ ഞാനൊന്ന് 2-3 ബീഡ്സ് കൊടുക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്, നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൽ അവസാനം ചെയ്യുന്ന ടച്ചപ്പ് ഉണ്ട്. കുറച്ച് എന്താ പറയുക, അവസാനം കൊടുക്കുന്ന ഒരു എന്താ പറയുക മിനുക്ക് പണികൾ, അല്ലെങ്കിൽ എന്താ പറയുക ചെയ്യുന്ന ഒരു ഇതാണ് ഏറ്റവും അതിൻ്റെ ആ ഒരു ഹെയർ ബോ, അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിൻ്റെ ഏറ്റവും ഒരു ഭംഗിയെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോൾ ബോ ചെയ്തു, ഇനി അതിൻ്റെ ലാസ്റ്റ് അതിലേക്ക് ഇപ്പോഴും ആ ബോ കാണാൻ നല്ല ഭംഗിയുണ്ട്. സെൻറ്ററിൽ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാച്ചസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇനി സൈഡിൽ കൂടെ ഞാൻ അധികമായിട്ട് ഒത്തിരി ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. 2 സൈഡിൽ ഒരു 3-4 ബീഡ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സെൻറ്ററിലൊരു നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റും കൂടെ കൊടുക്കുന്നു. അതായത് ഒരു പാച്ചസ് ഞാൻ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ആ ടെയിലിൻ്റെ എഡ്ജിലും 2-3 ബീഡ്സ്, ഈ ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ടെയിലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് കൊടുക്കുക. ഞാനിങ്ങനെ ആ സ്ലാൻഡിങ്ങിൽ മാത്രം ആ ചരിച്ചിങ്ങനെ നമ്മൾ കട്ട് ചെയ്തില്ലേ, അവിടെ ഇങ്ങനെ ഒരു ലെയർ ബീഡ്സ് കൊടുക്കുന്നു. അല്ലാതെ ഒത്തിരി സ്റ്റോൺസോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല, ഒത്തിരി മിനിക്കോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട്, എനിക്ക് വളരെ സിമ്പിളായിട്ട് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അത്രയും സിമ്പിളായിട്ട് ചെയ്തതാണ്. ഇതൊരു കസ്റ്റമൈസേഷനാണ്, അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത സൈഡിലും കൊടുക്കുക. സെൻറ്ററിൽ ഞാൻ 2-3 സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്, അത്ര. അല്ലാതെ ഒരു ക്ലിപ്പ് സ്റ്റോൺ കൂടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു ഇതും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഇത് കാണാൻ കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് കേട്ടോ. ഒത്തിരി ഡാർക്കല്ല, എന്നാലും കുറച്ചുകൂടെ ഒരു ഡാർക്കുണ്ട്. നമ്മുടെ ലൈറ്റിൻ്റെ പ്രകാശം നമുക്ക് അത്രത്തോളം അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നില്ല. അതെ, ഇതുപോലെ ബീഡ്സ് എന്താ പറയുക കൊടുക്കുന്നു. ഈ ബീഡ്സിന് പകരം സ്റ്റോൺ ചെയിൻ ഒരു ലെയർ കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അവർക്ക് ഒത്തിരി ഇങ്ങനെ സ്റ്റോൺസ് അത്രയും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ഇനി ആ സെൻറ്ററിൽ ഒരു 2-3 ക്ലിപ്പ് സ്റ്റോണും കൊടുത്ത് 2 ബീഡ്സും സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. ഇവിടെ ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം. എല്ലാം നമ്മൾ ഇതൊക്കെ ചെയ്താലും ഇതൊക്കെ ഇളകി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഗ്ലൂ നന്നായി അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഒത്തിരി എന്താ പറയുക, ഒത്തിരി ഇങ്ങനെ വാരി വലിച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാനില്ല. നമ്മൾ കൊടുക്കുന്നിടത്ത് നല്ല നീറ്റായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക. കണ്ടല്ലോ.
അത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും അത് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്ത സ്റ്റോൺസും ബീഡ്സും ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഇനി സെൻറ്ററിലേക്ക് ഞാൻ ഒരു പാച്ചസ് നോർമലി ഒരു കട്ട് ബീഡ്സ് എടുത്തു, അതിന് ഒരു സ്റ്റോൺ ചെയിൻ കൊണ്ട് കവർ ചെയ്തു. അതിനെ ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഞാൻ ഒത്തിരി മുന്നേ ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോകളിലുണ്ട് ഈ പാച്ചസ് ഒക്കെ ചെയ്തെടുക്കുന്നത്. ആ ഒരു സെൻറ്ററിൽ അത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വേറെ ലെവലിലോട്ട് പോകും. നിങ്ങൾക്ക് പലതരത്തിലുള്ളത് ബട്ടർഫ്ലൈ ഉണ്ട്, നമുക്ക് ഏത് വേണോ കൊടുക്കാം കേട്ടോ. ശരിക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും വേണം. പൂർണ്ണമായി എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണം കേട്ടോ.